ഹലോ സത്യം പറഞ്ഞാൽ ഹലോ പറഞ്ഞ് തുടങ്ങണോ ഹായ് പറഞ്ഞ് തുടങ്ങണോ ഹലോ ഗൈസ് എന്ന് പറഞ്ഞ് തുടങ്ങണോ എന്നൊന്നും എനിക്കറിയില്ല, യാതൊരു ഐഡിയ ഇല്ല. കാരണം ഇതുപോലത്തെ വീഡിയോസൊന്നും ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല. ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ചെയ്യുന്ന റീൽസ് ഉണ്ടാവില്ലേ, അത് കൊണ്ടുപോയിട്ട് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുക ചെയ്യൽ. ഞാൻ അങ്ങനെയാണ് ഇതിൽ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുള്ളത്. ഇതുവരെ ഇങ്ങനത്തെ കുക്കിംഗ് വീഡിയോസൊന്നും അങ്ങനെ കാര്യമായിട്ട് എടുത്തിട്ടില്ല. അപ്പോൾ ചെറിയൊരു മടിയും ചമ്മലൊക്കെ കൊണ്ടാണ് ഞാൻ ഒന്നാമത് ഇടുകയൊന്നും ചെയ്യാത്തത്. അപ്പോൾ ഇനി വിചാരിച്ച് ഈ ചമ്മലും മടിയെല്ലാം നോക്കി നിന്നിട്ട് കാര്യമില്ലാന്ന് വെച്ചാൽ ഞാനപ്പോൾ എന്ത് ചെയ്തു, ഏട്ടൻ നല്ലൊരു സ്രാവ് കൊണ്ടുവന്നു. അപ്പോൾ സ്രാവ് മുളകിട്ട് വെക്കുന്നൊരു വീഡിയോ എടുത്താലോ എന്ന് വിചാരിച്ച് അങ്ങനെ എടുത്തതാണേ. അപ്പോൾ ഇത് എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് കുറേ ദിവസമായി. ഇതിന് വോയിസ് കൊടുക്കാൻ ഒരു ചമ്മൽ പോലെ, എങ്ങനെ പറയണമെന്നൊന്നും യാതൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ എനിക്ക് പറ്റുന്ന പോലെ ഞാനിതിൽ ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ അടുപ്പ് കത്തിക്കുക, ചട്ടി വെക്കുക, ചട്ടി ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകും കുറച്ച് ഉലുവ ഇടുക. പിന്നെ അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുക. ഉള്ളി വഴണ്ടി വരുമ്പോൾ പൊടികളായ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, മല്ലിപ്പൊടി ഇത്രയും ഇട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ അതിലേക്ക് തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി ഇത് 3 പേസ്റ്റാക്കി അരച്ചതും കൂടി ഒഴിച്ച് കൊടുത്ത് മിക്സാക്കി അതിലേക്ക് പുളിവെള്ളം കൂടി ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് അത് തിളച്ച് വരുമ്പോൾ അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച സ്രാവും കൂടി എടുത്തിട്ട് അത് നല്ലോണം തിളച്ച് വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഇട്ടിച്ചെടുക്കുക. പിന്നെ ഒരു കാര്യം, ഇതിലേക്ക് കറിവേപ്പിലേൻ്റെ ആവശ്യമുണ്ട്. ഇവിടെ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിനോ അല്ലെങ്കിൽ എൻ്റെ ഈ സംസാരം ഇഷ്ടമായോ എന്നൊന്നും അറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിപ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇനിയും ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വരാം. ടാറ്റാ.